ഹായ് എവരിവൺ. ഹോൾ ടിക്കറ്റ് വന്ന ശേഷം ഒരുപാട് ഡൗട്ടുകളാണ് വരുന്നത്. എന്തൊക്കെ കൊണ്ടുപോകാം, സെയിം ഫോട്ടോ തന്നെ കൊണ്ടുപോകണോ, എത്ര എണ്ണം കൊണ്ടുപോകണം, ഇനി നോൺ ഡിക്ലറേഷൻ ആരൊക്കെ, നോൺ ആധാർ കാൻഡിഡേറ്റ്സിനുള്ള ഡിക്ലറേഷൻ ആരൊക്കെ ഫില്ല് ചെയ്യണം, സൈൻ ചെയ്യുന്നത് എപ്പോൾ എവിടെ വെച്ച് ചെയ്യണം, തമ്പ് ഇംപ്രഷൻ ചെയ്തുകൊണ്ട് പോകേണ്ടതുണ്ടോ, അതിനൊക്കെ ഉള്ളൊരു ഉത്തരമാണ് കിട്ടുന്നത്. അതോടൊപ്പം ഈ വീഡിയോയുടെ ഒടുവിലായിട്ട് പരീക്ഷാ ഹാളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ പ്രിന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ബാർകോഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ കാണുന്ന പോലെ വേണം പ്രിന്റ് എടുക്കാൻ. ഇത് പ്രൈവസിയുടെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഡേറ്റ ആയതുകൊണ്ട് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നെറ്റ്വർക്ക് എററോ പൂർണ്ണമായിട്ട് ഡൗൺലോഡ് ആവാത്തപ്പോഴോ ഫോട്ടോയോ സൈനോ ഈ ബാർകോഡോ ഒക്കെ കാണാതെ പോവും. അപ്പോൾ ആ സമയത്ത് അതൊക്കെ ഉള്ള ഹോൾ ടിക്കറ്റ് ആണ് ഡൗൺലോഡ് ചെയ്തതെന്ന് ഉറപ്പാക്കുക. അതുപോലെ തന്നെ പേജിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണെന്നുള്ള കാര്യം ഉറപ്പാക്കുക. ഒന്നാമത്തെ പേജിന്റെ ഈ ഭാഗം, ഇത്രയും ഭാഗം ആദ്യ പേജായിട്ട് വരുന്ന പോലെയും, രണ്ടാമത്തെ പേജിൽ വേണം ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ വരാൻ, മൂന്നാമത്തെ പേജായിട്ട് വേണം ഡിക്ലറേഷൻ ഫ്രം നോൺ ആധാർ കാൻഡിഡേറ്റ് എന്നുള്ളത് വരാൻ എന്നുള്ള കാര്യവും ഓർക്കുക. ആ രീതിയിൽ പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കും. ആ രീതിയിലാണ് പ്രിന്റ് വരേണ്ടത്. ഇനിയും നിങ്ങൾ മൊബൈൽ ഫോണിൽ നിന്ന് വല്ലതും നോക്കി ഡൗൺലോഡ് ചെയ്യുമ്പോൾ വരുന്നില്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ശ്രമിക്കുക. നിങ്ങൾ ഇന്റർനെറ്റ് എക്സ്പ്ലോററോ മൊസില്ലയോ വല്ലതും ആണ് ഉപയോഗിക്കുന്ന ബ്രൗസറെങ്കിൽ ക്രോം ഉപയോഗിച്ച് നോക്കുക. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ആരോടെങ്കിലും ഒന്ന് ഒരിക്കൽ കൂടി ക്രെഡൻഷ്യൽസ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറയുക. എന്ത് തന്നെ ആയാലും 3 എണ്ണം കൃത്യമായിട്ടുള്ള പേജുകളിലാണ് വരുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഇതിന്റെ പ്രാധാന്യം, ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്ന ഭാഗം ആദ്യത്തെ ഈ പേജാണ്. രണ്ടാമത്തെ പേജ് പരീക്ഷാ ഹാളിൽ ആവശ്യമേ ഇല്ല. മൂന്നാം പേജ് പാൻ കാർഡും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ID ഉപയോഗിച്ച് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾ ആധാർ ആണ് ID പ്രൂഫായിട്ട് കൊടുത്തത്, OTP വെരിഫൈ ചെയ്ത് ആധാർ ID ആയിട്ട് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് നോൺ ആധാർ കാൻഡിഡേറ്റ്സിനുള്ള ഡിക്ലറേഷൻ വേണ്ട. കറക്റ്റ് ആണല്ലോ? അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടി. ഇനി സെന്ററും കാര്യങ്ങളും ഒക്കെ നോക്കി വെക്കുകയും നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകാനായിട്ടുള്ള വഴി ഗൂഗിൾ മാപ്പൊക്കെ ഉള്ള കാലമാണ്. എത്ര കിലോമീറ്റർ ഉണ്ടെന്നും എത്ര സമയം എടുക്കുമെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. ഗേറ്റ് ക്ലോസിംഗ് ടൈം പരീക്ഷയുടെ അരമണിക്കൂർ മുൻപാണ്. 9:30, 12:30 ഫസ്റ്റ് ഷിഫ്റ്റിലുള്ളവർക്ക് 9 മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ മിനിമം ഒരു 8 മണിക്കെങ്കിലും എത്താൻ പാകത്തിന് നിങ്ങൾ പോവുക. 7:30 ആയിരിക്കും റിപ്പോർട്ടിംഗ് ടൈമായിട്ട് തന്നിട്ടുണ്ടാവുക. പരീക്ഷ തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപ് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. പക്ഷേ കറക്റ്റ് ആ റിപ്പോർട്ടിംഗ് ടൈമിൽ ചെന്നില്ലെങ്കിൽ പോലും പരീക്ഷയ്ക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും എത്താൻ പാകത്തിന് പോവുക. കാര്യം അവിടെയുള്ള ചെക്കിങ്, ചിലപ്പോൾ ഓർണമെന്റ്സ് അഴിച്ചു മാറ്റാൻ പറയുന്നുണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തൊട്ട് മുമ്പത്തെ സൈക്കിളുകളിൽ ഉണ്ടായിരുന്നു. ഈ തവണയും നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ച് വേണം പോവാൻ. പ്രതീക്ഷിച്ച് പോയിട്ട് അത് സംഭവിച്ചില്ലെങ്കിൽ സന്തോഷം, നിങ്ങൾക്ക് സമാധാനമായിട്ട് പരീക്ഷ എഴുതാം. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് പരീക്ഷയ്ക്ക് തൊട്ട് മുൻപ്, ഹോളിൽ കയറുന്നതിന് 1/2 മണിക്കൂർ 1 മണിക്കൂർ മുൻപ് സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. വാല്യുബിൾ ആയിട്ടുള്ള ഒന്നും കൊണ്ടുപോകാതിരിക്കുക. പ്രത്യേകിച്ച് ഡ്രസ് കോഡ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വാച്ച്, കാൽക്കുലേറ്റർ, അതുപോലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും അകത്ത് കയറ്റാൻ ഉറപ്പായിട്ട് സമ്മതിക്കില്ല. അത് കോമൺ സെൻസ് ആണ്. എന്തൊക്കെ അകത്ത് കയറ്റാം എന്ന് കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റിൽ പറഞ്ഞിട്ടുമുണ്ട്. അത് ഇൻസ്ട്രക്ഷന്റെ കൂട്ടത്തിൽ നൽകാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം സെൽഫ് ഡിക്ലറേഷൻ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ 5 പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്. സെന്ററിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ എത്തണം. Candidate should ensure that question paper is as per her opted subject indicated in the admit card. Question paper കിട്ടുമ്പോൾ അത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. In case of question paper other than his or her opted subject, same may be brought to the notice of invigilator concerned. പെട്ടെന്ന് തന്നെ അത് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ no candidate should adopt any unfair means. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ്. ക്യാൻസൽ ചെയ്യും, ലീഗൽ ആക്ഷൻ എടുക്കുന്ന 3-ാമത്തെ പോയിന്റ്. 4-ാമത് പറയുന്നുണ്ട് ഗേറ്റ് ക്ലോസിംഗ് ടൈം കഴിഞ്ഞാൽ നിങ്ങളെ കയറാൻ അനുവദിക്കില്ല എന്ന്. ഒടുവിലത്തെ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് പരീക്ഷ തീർന്നാൽ മാത്രമേ പുറത്തു പോകാൻ പറ്റൂ എന്നുള്ളത്. ഇനിയാണ് സെൽഫ് ഡിക്ലറേഷനെ പറ്റി പറയുന്നത്. നമ്മുടെ പേര് അവിടെ എഴുതുക. ആരാണോ നിങ്ങൾ അവരുടെ പേര്, റെസിഡന്റ് ഓഫ് നിങ്ങളുടെ റെസിഡന്റ് അഡ്രസ്സിന്റെ തുടക്ക ഭാഗം, വീട്ടുപേരും സ്ഥലപ്പേരും എഴുതിയാലും മതി. ഡു ഹിയർ ബൈ ഡിക്ലെയർ ദ ഫോളോയിങ്. ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ വായിച്ചു. ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻ 2-ാം പേജായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് കാൻഡിഡേറ്റിന്റെ ഒരു ഫോട്ടോ സെയിം as uploaded on application form to be affixed before reaching the center. പരീക്ഷാ ഹാളിൽ ചെല്ലുന്നതിന് മുൻപ് ഒട്ടിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അതങ്ങനെ തന്നെ ചെയ്യുക.
ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ടു ബി അഫിക്സ്ഡ് ബിഫോർ റീച്ചിങ് ദ സെന്റർ. ബിഫോർ റീച്ചിങ് ദ സെന്റർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വരണം എന്ന്. 10-20 രൂപ കൊടുത്താൽ ഇങ്ക് പാഡ് കിട്ടും. അത് വാങ്ങി നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ അവിടെ പതിപ്പിച്ചു വെക്കുക. അത് പതിപ്പിക്കുമ്പോൾ എപ്പോഴും ആദ്യം വെപ്രാളം പിടിച്ചു പോയിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് മുക്കിക്കൊണ്ടുപോയി അതിനകത്ത് മുഴുവൻ പതിച്ച് വെക്കണ്ട. അതിൽ നിന്ന് ഒരു പേപ്പറിൽ ജസ്റ്റ് ഒരു തവണ ഒന്ന് ഇംപ്രഷൻ വരുത്തിയിട്ട് ഇത് വെക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ട് ആ ലൈനുകൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ നീല നിറത്തിലുള്ള ഒരു വട്ടം മാത്രമേ കാണുകയുള്ളൂ നമ്മൾ ഒരുപാട് അമർത്തി കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ ഒക്കെ നടത്തി നോക്കിയിട്ട് വെച്ചാൽ മതി, നമുക്ക് സമയമുണ്ടല്ലോ. അടുത്തത് കാൻഡിഡേറ്റ് സിഗ്നേച്ചർ. ഇത് പ്രത്യേകം ഓർത്തോണം, ഇത് വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് പോവരുത്. To be signed on the day of examination in presence of the invigilator only. അവിടുത്തെ ഇൻവിജിലേറ്ററുടെ മുന്നിൽ വെച്ച് മാത്രമേ സൈൻ ഇടാനായിട്ട് പാടുള്ളൂ. The above undertaking has to be filled in advance before reaching the center except for the candidate signature. കൃത്യമാണ് നിർദ്ദേശങ്ങളൊക്കെ, എങ്കിലും ഒരുപാട് ഡൗട്ടുകൾ വരുന്നത് കൊണ്ട് എടുത്തു പറഞ്ഞതാണ്. PWD കാൻഡിഡേറ്റ്സിനെ പറ്റി പറയുകയാണ്. അവർക്ക് കോമ്പൻസേറ്ററി എക്സ്ട്രാ 20 മിനിറ്റ്സ്, 1 മണിക്കൂറിന് 20 മിനിറ്റ്സ് വീതം നൽകുന്നുണ്ടാവും. അത് സ്ക്രൈബിന്റെ സഹായം ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അത് നൽകുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സ്പെസിഫിക് ആയിട്ട് അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. PWD കാൻഡിഡേറ്റ്സ് ക്യാൻ ബ്രിങ് ഹിസ് ഓർ ഹെർ ഓൺ സ്ക്രൈബ് ഓർ മേ അവെയിൽ ദ സെയിം ഫ്രം NTA. 2 ഓപ്ഷനും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതർ കാറ്റഗറി ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയെ പറ്റിയൊക്കെയാണ് പറയുന്നത്. 3-4 പോയിന്റുകൾ. 5ാമത്തെ പോയിന്റ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിർദ്ദേശങ്ങൾ പറയുന്നതിനനുസരിച്ച് മാത്രമേ പരീക്ഷ കഴിഞ്ഞാലും എഴുന്നേറ്റ് പുറത്തേക്ക് പോകാവൂ. നിങ്ങൾക്ക് OMR ഷീറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതിനൊക്കെ കൃത്യമായിട്ടുള്ള ടൈമും കാര്യങ്ങളും ഉണ്ടാവും. ആ സമയത്ത് വീണ്ടും പോയി മാർക്ക് ചെയ്തുകൊണ്ടിരിക്കാനോ ഒന്നും ചെയ്യരുത്. ടൈം അപ്പ് ആവുമ്പോൾ ആ കാര്യങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ അതേപടി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ വായിച്ചിട്ടുണ്ടാവണമെന്ന് 6ാമത്തെ പോയിന്റ്. 7ാമത്തെ പോയിന്റ് 3 പേജുകൾ ഉണ്ടെന്ന് പറയുന്നു. എല്ലാ പേജുകളും എടുത്തിട്ടുണ്ടാവണമെന്നാണ് പറയുന്നത്. പേജ് 1 സെൻട്രൽ ഡീറ്റെയിൽസും ഡിക്ലറേഷനും ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ. 3ാമത്തെ പോയിന്റിൽ ഡിക്ലറേഷൻ ഫോം, നോൺ ആധാർ കാൻഡിഡേറ്റ്സ് ഇതെല്ലാം എടുത്തിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അഡ്മിറ്റ് കാർഡ് പ്രൊവിഷണൽ ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. 9ാമത്തെ പോയിന്റ് ലൊക്കേഷൻ നേരത്തെ ഉറപ്പുവരുത്തിയിട്ട് നോക്കി വെച്ചിട്ട് വേണം പോകാൻ എന്ന് പറയുന്നു. Religion, customs require you to wear specific attire. Please visit the center early for thorough checking and mandatory frisking. പ്രത്യേക മതപരമായിട്ടുള്ള വസ്ത്രം ധരിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നേരത്തെ എക്സാം ഹാളിൽ എത്തണം. കാര്യം നിങ്ങൾക്ക് പ്രത്യേക പരിശോധനകൾ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോ കാൻഡിഡേറ്റ് വുഡ് ബി അലൗഡ് ടു എൻ്റർ ദി എക്സാം ഹാൾ വിത്തൗട്ട് അഡ്മിറ്റ് കാർഡ് ആൻഡ് അണ്ടർടേക്കിംഗ് വാലിഡ് ID പ്രൂഫ് ആൻഡ് പ്രോപ്പർ ഫ്രിസ്കിംഗ്. ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടർ വിൽ ബി ക്യാരിഡ് ഔട്ട് വിത്തൗട്ട് ഫിസിക്കൽ ടച്ച്. നിങ്ങളുടെ ദേഹത്ത് തൊടാതെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചായിരിക്കും ടെസ്റ്റ് നടത്തുന്നതെന്നാണ് അഡ്മിറ്റ് കാർഡിൽ NTA നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റ് CCTV സർവൈലൻസ് ഉണ്ടാവും. ജാമേഴ്സ് വെക്കേണ്ട സ്ഥലത്ത് ജാമേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നോക്കിയേ, പെർമിറ്റഡ് ടു ക്യാരി ഓൺലി ദ ഫോളോയിങ് ഐറ്റംസ്. ഇനി അതുകൊണ്ട് ചോദിക്കണ്ട സാറേ വാച്ച് കൊണ്ടുപോകാൻ പറ്റുമോ, കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇന്ന് രാവിലെ കുറേ ചോദ്യങ്ങളായപ്പോഴാണ് എന്നാ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ. സിമ്പിൾ ഇംഗ്ലീഷ് ആണ്, നമുക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും കൺഫർമേഷനായിട്ട് പറയുകയാണ്, പേന പോലും കൊണ്ടുപോകാനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എങ്കിലും ഒരു 2 പേന കൈ വെച്ചേക്ക്, ബാഗിൽ കിടന്നോട്ടെ, വലിയ ബുദ്ധിമുട്ടുള്ളതല്ലല്ലോ. ബാക്കി എക്സാം ഹോളിൽ പക്ഷേ പേനയും അവിടുന്ന് തരും എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ നിർദ്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓൺലി ദി ഫോളോയിങ് ഐറ്റംസ് എന്തൊക്കെയാ? പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, നിങ്ങൾക്ക് ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകാനായിട്ട് പറ്റും, അകം കാണാൻ പറ്റുന്ന കുപ്പിയാവണം. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡഡ് ഫ്രം NTA വെബ്സൈറ്റ്. A4 സൈസ് പേപ്പറിൽ പ്രിന്റ് ഔട്ട് എടുക്കണം എന്നേ ഉള്ളൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ ആവാം. അഡീഷണൽ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഫോർ പേസ്റ്റിംഗ് ഓൺ അറ്റൻഡൻസ് ഷീറ്റ്. ഇനി ഇതിനൊക്കെ അങ്ങ് ഭയങ്കര സംശയമാണ്. സാറേ അഡ്മിറ്റ് കാർഡ് ഞാൻ ഒരെണ്ണം ഒട്ടിക്കുമല്ലോ, പിന്നെ ഒന്ന് കൊണ്ടുപോയാൽ പോരെയെന്ന്. അങ്ങനെയല്ല, നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഫോട്ടോ ഇളക്കി എടുക്കുന്നില്ലല്ലോ. അത് അഡ്മിറ്റ് കാർഡിലുള്ള ഫോട്ടോ ആയിട്ട് മാറി അതിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി എത്ര എണ്ണം കൊണ്ടുപോകണം? 2 ഫോട്ടോ കൂടി. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇനി ചോദിക്കരുത് സെയിം ഫോട്ടോ വേണമെന്ന്. സെയിം ഫോട്ടോ വേണമെന്ന് ഞാനല്ല പറഞ്ഞത്, NTA ഇൻഫർമേഷൻ ബുള്ളറ്റിനടക്കം എല്ലായിടവും പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്ത സമയത്ത് ഉപയോഗിച്ച ഫോട്ടോകൾ തന്നെ വേണം ഉപയോഗിക്കാമെന്ന്. കയ്യിലില്ലെങ്കിൽ അതിൻ്റെ സ്കാൻഡ് കോപ്പി ഉണ്ടെങ്കിൽ ഇന്നെങ്കിലും പോയി ഒരു പ്രിന്റ് എടുത്ത് വെക്കുക. ഏറ്റവും ഒടുവിലായിട്ട് ഒറിജിനൽ ID പ്രൂഫ്. മറ്റ്
ID-കളാണ് കൊടുത്തതെങ്കിൽ അവരതും എടുക്കുക, ആധാർ ഉണ്ടെങ്കിൽ അതുകൂടി എടുക്കുക. ഇനിയും ആധാർ ഇല്ല, നിങ്ങൾക്ക് പാൻ മാത്രമേ ഉള്ളെങ്കിൽ പാൻ മാത്രം കൊണ്ടുപോയാൽ മതി. നോൺ ആധാർ ഫോം നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. ആധാർ കൊടുത്ത വിദ്യാർത്ഥികൾ അത് മാത്രം എടുത്താൽ മതിയാവും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇനിയും മറ്റു കാര്യങ്ങളൊക്കെ ബിഫോർ റീച്ചിങ് ദ സെന്റർ മസ്റ്റ് എൻ്റർ റിക്വയർഡ് ഡീറ്റെയിൽസ് ഇൻ സെൽഫ് ഡിക്ലറേഷൻ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. Any one of the original and valid photo identification issued by government, PAN, driving license, voter ID, Aadhaar with photography, ഈ സാധനങ്ങളെല്ലാം എടുത്തോണം. സ്കാൻഡ് കോപ്പി മൊബൈൽ ഫോണിൽ ഉള്ളതൊന്നും വാലിഡ് ആയിട്ട് പരിഗണിക്കില്ല എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. നോട്ട് അലൗഡ് ടു ക്യാരി അതർ പേഴ്സണൽ ബിലോങ്ങിങ്സ്. നോക്കിക്കോ, കൊണ്ടുപോകരുത് ഇലക്ട്രോണിക് ഡിവൈസ് മൊബൈൽ ഫോൺ ടു ദ എക്സാം സെന്റർ. ഒഫീഷ്യൽ വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ ഫോർ സേഫ് കീപ്പിംഗ് ഓഫ് പേഴ്സണൽ ബിലോങ്ങിങ്. അതുകൊണ്ടാണ് വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഷൂസ്, ഫുട്വെയർ വിത്ത് തിക് സോൾസ് ആൻഡ് ഗാർമെന്റ്സ് വിത്ത് ലാർജ് ബട്ടൺസ് ആർ നോട്ട് പെർമിറ്റഡ്. അതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയാമല്ലോ, പല സ്കാമുകളും നടക്കുന്നുണ്ട്. വലിയ ബട്ടണിലെ ക്യാമറയും അതുപോലെ ഷൂസിനകത്ത് ഇലക്ട്രോണിക് ഡിവൈസും ഒക്കെ ഒളിച്ച് കടത്തുന്നുണ്ട്. അതുകൊണ്ട് കീപ്പ് ഇറ്റ് സിമ്പിൾ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള അറ്റയർ സെലക്ട് ചെയ്യുക. പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്, ബ്ലാങ്ക് പേപ്പർ ഷീറ്റ്സ് ഫോർ റഫ് വർക്ക് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദ എക്സാമിനേഷൻ ഹോൾ. Candidates must write their name and roll number at the top of each of the sheet and must drop the sheet in the designated drop box without fail. റഫ് ഷീറ്റുകളിൽ നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പറും എഴുതിയിട്ട് തിരിച്ച് അത് അവിടെ തന്നെ കൊടുത്തിട്ട് വേണം വരാൻ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് സബ്മിറ്റഡ് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ, കാൻഡിഡേച്ചർ ക്യാൻസലായി പോകും. അഡ്വൈസ് ടു ചെക്ക് അപ്ഡേറ്റ്സ്, NTA-യുടെ വെബ്സൈറ്റ് നോക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പരും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഒരു ലൈൻ പോലും ഇടാതെ മുഴുവൻ വായിച്ചത്. ഇനിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുതെന്ന് കരുതിയാണ്. അതുപോലെ ഡിക്ലറേഷൻ ഫോം ഫോർ നോൺ ആധാർ കാൻഡിഡേറ്റ്സ്, അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതുക. നിങ്ങളുടെ പേര്, സൺ ഓഫ് അല്ലെങ്കിൽ ഡോട്ടർ ഓഫ്. എന്താ SO എന്ന് മാത്രം എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഡോട്ടർ ഓഫ് എന്നുള്ളതിന് DO എന്ന് വരേണ്ടതായിരുന്നു. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് എഴുതുക. എൻ്റെ കാൻഡിഡേച്ചർ ജെനുവിൻ ആണെന്നുള്ള കാര്യം എഴുതുക. എന്ത് കാരണം കൊണ്ടാണ് ഇമേജ് അപ്ലോഡ് ടു മൈ ആപ്ലിക്കേഷൻ ഫോം മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID-യും റോൾ നമ്പരും കാൻഡിഡേറ്റിന്റെ പേരും ഗവൺമെന്റ് ID പ്രൂഫ്, നിങ്ങൾ പാൻ ആണ് കൊടുക്കുന്നതെങ്കിൽ പാൻ എന്ന് എഴുതി അതിന്റെ നമ്പരും പരീക്ഷ എഴുതുന്ന ഡേറ്റും ഷിഫ്റ്റ് നമ്പരും എഴുതി നിങ്ങളുടെ ഒപ്പ് ഇടുക. പരിപാടി കഴിഞ്ഞു. ഇത് NTA ഒഫീഷ്യൽസിന് വേണ്ടിയുള്ള കാര്യമാണ്. ഇതൊന്നും നിങ്ങൾ നോക്കുകയോ ബോധർ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനിയും പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ടൈം അറിയാനുള്ള മെക്കാനിസം. സാധാരണ പരീക്ഷകളിൽ അരമണിക്കൂർ ഇന്റർവെല്ലൊക്കെ ബെല്ലടിക്കുകയും അല്ലെങ്കിൽ ഇൻവിജിലേറ്റേഴ്സ് പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്കും എക്സ്പെക്ട് ചെയ്യാം. വാച്ച് പെർമിറ്റഡ് അല്ല. സാധാരണഗതിയിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനും വാച്ചോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ കൊണ്ടുപോകാനായിട്ട് പെർമിഷൻ കിട്ടാറില്ല. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈം അറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ചോദ്യങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. 1-2 മിനിറ്റിൽ കൂടുതൽ ഒരു ചോദ്യത്തിൽ സ്റ്റക്കായി പോകരുത്. ആദ്യത്തെ റൗണ്ട് 150 ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുത്തോ അല്ലെങ്കിൽ ഒരു വട്ടമോ വല്ലതും വരച്ചിട്ടാൽ മാർക്ക് ചെയ്തിട്ടില്ലാത്ത ചോദ്യങ്ങളിലേക്ക് തിരിച്ചു വരാം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോയിട്ടാണ് നിങ്ങൾ ബബിൾ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മാർക്ക് ചെയ്തു, 2 സ്കിപ്പ് ചെയ്തു, 3ന്റെ ആൻസർ എഴുതുമ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ബബിൾ ചെയ്ത് തെറ്റുന്നത് സാധാരണമായിട്ട് കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്. അങ്ങനെ ഒരു അബദ്ധത്തിന് ചിലപ്പോൾ ഒരു 25 ലക്ഷം രൂപയുടെ വിലയുണ്ടാവും നിങ്ങളുടെ കേസിൽ. JRF കിട്ടാനും കിട്ടാതിരിക്കാനും ചിലപ്പോൾ ഒറ്റ ചോദ്യം മതിയാവും. അപ്പോൾ പ്രിപ്പയർ ചെയ്ത ഒരാളാണ്, സീരിയസ് ആയിട്ട് നിങ്ങൾ പരീക്ഷയെ സമീപിക്കുകയാണെങ്കിൽ പരീക്ഷാ ഹാളിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് തലേ ദിവസം രാത്രി പ്രോപ്പറായിട്ട് കിടന്നുറങ്ങി ബ്രീത്തിങ് ടെക്നീക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട്, അറിയില്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഫ്രീ ആയിട്ട് കിട്ടും. 2-3 ശ്വാസം എടുത്താൽ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവും. ഫോക്കസ്ഡ് ആയിട്ട് പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ബബിൾ ചെയ്യുന്നതിന് 2.5 മാർക്കൊന്നും കിട്ടില്ല. OMR മെഷീനിന് മനസ്സിലാവണം നിങ്ങൾ ആ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തതെന്ന്. അതിന് വേണ്ടിയിട്ട് ബബിൾ ചെയ്താൽ മതി. 10-20 സെക്കൻഡ് ഒരു ബബിൾ ഉണ്ടാക്കാൻ വേണ്ടി കളയരുത്. വേഗം ബബിൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി അബദ്ധത്തിൽ ഒരു ചോദ്യത്തിന്റെ ഉത്തരം C മാർക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് മനസ്സിലായി അതിന്റെ ഉത്തരം B ആണെന്ന്, എങ്കിൽ പോലും നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട. 150 ചോദ്യം, ഒരു ചോദ്യം നമ്മൾക്കൊരു അബദ്ധം വന്നു, അത് പോയി. അതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ച് അടുത്ത 10 ചോദ്യങ്ങളുടെ മാർക്ക് കൂടി കളയരുത്. മൂവ് ഓൺ ചെയ്യാനും അതിനെ വിട്ട് കളയാനും പഠിക്കുക.
ഈ കാര്യങ്ങൾ മസ്റ്റായിട്ട് ഓർക്കണം. ബബിൾ ചെയ്തത് ഒരിക്കലും സ്മഡ്ജോ ഇതോ ഒന്നും ചെയ്യരുത്. അതോടൊപ്പം പരീക്ഷയ്ക്ക് മുൻപ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും ഒക്കെ മാർക്ക് ചെയ്യാൻ സമയം തരും. അത് ശ്രദ്ധയോടുകൂടി ചെയ്യുക. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാല്യുവേറ്റ് തന്നെ ചെയ്യില്ല. നമ്മുടെ ഈ എഫേർട്ട് എല്ലാം വെറുതെ ആവും. അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ DI മാത്തമാറ്റിക്കൽ റീസണിങ് ചോദ്യമൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാൽക്കുലേഷനും ചെയ്യാതെ ഉത്തരത്തിലെത്താൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട്. എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. അതുകൊണ്ട് എല്ലാ ചോദ്യവും വായിച്ച് നോക്കാനുള്ള മനസ്സ് കാണിക്കുക. നമ്പർ സീരീസും ലെറ്റർ സീരീസും ഒക്കെ ഒരു ലോജിക്കോ 2 or 3 ലോജിക്ക് അപ്ലൈ ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് തിരിച്ചു വരിക. നമ്മളൊരു ബ്രേക്ക് എടുത്ത് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ച് ചോദ്യങ്ങൾ അറിയാത്തത് വന്നാലും നിങ്ങൾ ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും വേണ്ട. 70% സ്കോർ ചെയ്താൽ JRFന് വേണ്ട കട്ട് ഓഫിലും കൂടുതലാവും മിക്കവാറും സബ്ജക്റ്റിൽ. അതായത് ഈ 150 ചോദ്യം 10-45 ചോദ്യം നമുക്ക് വേണ്ടാത്തതാണ്. അതിൽ 2-3 ചോദ്യങ്ങൾ പൊക്കോട്ടെ. അശ്രദ്ധ കൊണ്ട് തെറ്റിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ പല ഓപ്ഷൻസ്, നീണ്ട ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇന്നത് ഉറപ്പായും വരില്ല, ഇന്ന ചോയ്സ് ഉറപ്പായിട്ടും വരണം എന്നിങ്ങനെയൊക്കെ അറിഞ്ഞാൽ തന്നെ കറക്റ്റ് ഉത്തരത്തിലേക്ക് എലിമിനേറ്റ് ചെയ്ത് എത്താൻ പറ്റും. ബുദ്ധിപരമായിട്ട് കളിക്കുക. അതുപോലെ നമ്മുടെ ഈ കേസ് സ്റ്റഡി റീഡിംഗ് കോംപ്രിഹെൻഷനിലൊക്കെ പുറത്തു നിന്നുള്ള ഇൻഫർമേഷൻ ഒന്നും നിങ്ങൾ കൊണ്ടുപോകരുത്. ആ ചോദ്യത്തിൽ പറഞ്ഞ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് സൊല്യൂഷനിലേക്ക് എത്തേണ്ടത്. കേസ് സ്റ്റഡി ചിലപ്പോൾ ഇക്വേഷൻസോ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ഉറപ്പായിട്ടും പുറത്തു നിന്നുള്ള ഒരു ഡേറ്റയും എടുക്കരുത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എടുക്കുക. പിന്നെ പരീക്ഷ കഴിഞ്ഞാൽ 1-2 ദിവസം കഴിയുമ്പം തന്നെ അടുത്ത സൈക്കിളിലേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക. പാസ്സാവുന്നത് ഇപ്പോൾ ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിസൾട്ട് വരാൻ ലേറ്റ് ആയിരിക്കും. 1 മാസത്തിനുള്ളിൽ തന്നെ വന്നോളണമെന്നില്ല. OMR ഒക്കെ വീണ്ടും ആ മെഷീൻ പ്രോസസ്സ് ചെയ്ത് കൺസോൾഡേറ്റ് ചെയ്യണം. CBT പോലെയല്ല, ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 1-2 മാസം പഠിക്കാതിരുന്നാൽ നിങ്ങളുടെ പ്രോഗ്രസ് റീസെറ്റ് ചെയ്ത പോലെ ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥയാവും. അതുകൊണ്ട് ആ കാര്യം കൂടി മുൻകൂറായിട്ട് പറയുന്നു. ജയിക്കും എന്നുള്ളത് 100% നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റാത്ത നോമേറ്റീവായിട്ടുള്ള എക്സാം ആണല്ലോ നെറ്റ്. അതുകൊണ്ട് ആമുഖമായിട്ട് അത് പറഞ്ഞെന്ന് മാത്രം. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. സമയം നിങ്ങളുടെ വിലപ്പെട്ടതായതുകൊണ്ടാണ് പെട്ടെന്ന് സംസാരിച്ച് നിർത്തുന്നത്. പരീക്ഷാ ഹോളിൽ എല്ലാ നന്മയും ഉണ്ടാവട്ടെ. എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. സമാധാനമായിട്ട് പോയി പരീക്ഷ എഴുതുക. നമ്മുടെ മാസങ്ങളുടെ പ്രിപ്പറേഷൻ ഈ 3 മണിക്കൂറിലാണ് വിലയിരുത്തപ്പെടുന്നത്. അതിന് എല്ലാവിധമായ ആശംസകളും പഠിച്ചതെല്ലാം പ്രയോഗത്തിൽ വരുത്താൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.